എന്താണ് ഫൈബ്രൽ കൺവൾഷൻ? നിങ്ങൾക്കിതൊരു പുതിയ വാക്കാവാം. 100 കുട്ടികളിൽ ഏകദേശം 2 മുതൽ 5 വരെ പേർക്ക് ഇത് കാണപ്പെടുന്നു. പനിയോട് കൂടിയുള്ള അപസ്മാരത്തെയാണ് നമ്മൾ ഫൈബ്രൽ കൺവൾഷൻ എന്ന് പറയുന്നത്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായക്കാരിലാണ് സാധാരണയായി ഇത് കാണപ്പെടുന്നത്. പനി തുടങ്ങി 24 മണിക്കൂറിനുള്ളിലാണ് സാധാരണ അപസ്മാരം വരുന്നത്. ചിലപ്പോൾ അപസ്മാരം വന്നതിനു ശേഷം മാത്രമേ പനിയുള്ളതായി മനസ്സിലാക്കുകയുള്ളൂ. എന്നാൽ ഇത് ഏതാനും നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കൂ. അപൂർവമായി 15 മിനിറ്റിൽ കൂടുതലും നീണ്ടു നിൽക്കാറുണ്ട്. ജലദോഷപ്പനിയോ മറ്റു വൈറൽ പനികളോ കുത്തിവെപ്പിനെ തുടർന്നുള്ള പനിയോ ആകാം കാരണം. ഒരു പനിയോടനുബന്ധിച്ച് ഒന്നിലധികം തവണ അപസ്മാരം വരാം. പലപ്പോഴും രക്തബന്ധമുള്ള ആർക്കെങ്കിലും ഇതുപോലെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടെങ്കിലും സാധ്യതയുണ്ട്. പനി ഇല്ലാതെ അപസ്മാരം വരികയാണെങ്കിൽ അത് നമ്മൾ ഫൈബ്രൽ കൺവൾഷനായി കണക്കാക്കാറില്ല. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക.